ലോ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് മമ്മൂട്ടി നാടകത്തിൽ അഭിനയിച്ചിരുന്നു. ആ നാടകം എഴുതിയിരുന്നത് ദേശാഭിമാനി വാരാന്ത പതിപ്പിന്റെ പത്രാധിപനായ രവി കുറ്റിക്കാടാണ്. അന്നത്തെ നാടക ഓർമ്മകളെക്കുറിച്ച് രവി കുറ്റിക്കാട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്റർ കോളേജിയറ്റ് നാടക മത്സരത്തിൽ ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു നാടകം വേണം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. ഞാനാണ് നാടകം എഴുതിയത്. വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ലെനിന്റെ പ്രസിദ്ധമായ വാചകം തന്നെയായിരുന്നു നാടകത്തിന്റെ പേര്. നാടകത്തിലെ ഒരു പ്രമുഖ വേഷം മമ്മൂട്ടിക്കായിരുന്നു. ആദ്യം സൂത്രധാരനായും പിന്നീട് പ്രധാന കഥാപാത്രമായും മമ്മൂട്ടി വേഷങ്ങൾ ചെയ്തു. നാടകത്തിലെ പല അഭിനേതാക്കളും നാടകത്തെ ലളിതമായി എടുത്തെങ്കിലും മമ്മൂട്ടി സ്ക്രിപ്റ്റ് മുഴുവൻ പഠിച്ച് തയ്യാറായിരുന്നു. ആ സ്ക്രിപ്റ്റ് മമ്മൂട്ടിക്ക് ഇപ്പോഴും കാണാപ്പാഠമാണ്. നാടകം മത്സരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ പല സ്ഥലങ്ങളിലും ബുക്കിംഗ് കിട്ടാൻ തുടങ്ങി. 50 രൂപയാണ് അന്നത്തെ പ്രതിഫലം. ബോംബെ ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാൻ തികയില്ല. ഒരിക്കൽ അമ്പലമുകളിലെ റിഫൈനറിയുടെ ഒരു കലാസംഘടന നാടകം ബുക്ക് ചെയ്തു. പക്ഷെ നാടകം തുടങ്ങാറായപ്പോൾ പെരുമഴ പെയ്യാൻ തുടങ്ങി. സംഘാടകർ നാടക ട്രൂപ്പുകാരോട് തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിരിയാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ പ്രതിഷേധവുമായി വരുന്നത്. മമ്മൂട്ടി. നാടകം കളിക്കാതെ ഞങ്ങൾ പോകില്ല എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രഖ്യാപനം. ഒടുവിൽ ചുരുക്കം ആളുകൾക്ക് മുമ്പിൽ ഞങ്ങൾ നാടകം കളിച്ചു വാശി തീർക്കുകയാണ് ഉണ്ടായത്. ഒരിക്കൽ മറ്റൊരിടത്ത് നാടകം കളിക്കവേ ഒരു നടൻ തമാശ കളിച്ച് കുളമാക്കാൻ ശ്രമിച്ചപ്പോൾ മമ്മൂട്ടി പ്രതിഷേധത്തോടെ വേദി വിട്ടിറങ്ങിപ്പോയി. ഞാനത് ഓർക്കുന്നു. വാസ്തവത്തിൽ അഭിനയത്തോടുള്ള ആത്മാർത്ഥത മമ്മൂട്ടിക്ക് അക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.